അപ്പം അരീക്കോട് ശരിക്കും ഇറങ്ങേണ്ട സ്ഥലമാണ്, നല്ല മാർക്കറ്റും ഒക്കെ ഉള്ള സ്ഥലം. പക്ഷേ അത്യാവശ്യം ഇടുങ്ങിയ റോഡാണ് ഈ ഭാഗത്തുള്ളത്. നല്ല തിരക്കുള്ള സമയത്ത് അത്യാവശ്യം റോഡ് ബ്ലോക്കൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഓട്ടോ സ്റ്റാൻഡാണ്. ഇവിടെയുള്ള എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അരീക്കോട് ഓട്ടോ സ്റ്റാൻഡ് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അരീക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തുന്നു. ലഹരിക്കെതിരെയുള്ള തുറന്ന പോരാട്ടത്തിൽ അരീക്കോട്ടെയും മലപ്പുറത്തെയും വ്യാപാരി വ്യവസായി സമിതി, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, നാട്ടുകാർ എല്ലാവരും പങ്കാളികളാണ് എന്നുള്ളതാണ്. അരീക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് ട്രേഡ് യൂണിയൻ സംഘടനകളിൽപ്പെട്ടവർ, INTUC, CITU എല്ലാ മേഖലകളിൽപ്പെട്ടവർ, ഈ ലീഗിന്റെ ഭാരവാഹികൾ, സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാ പിന്തുണയുണ്ട്. അരീക്കോടേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ അരീക്കോട്ടെ ജനങ്ങളുമായിട്ട് സംസാരിക്കുന്നു. അവിടെ പ്രതിജ്ഞ ചൊല്ലി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. മുക്കത്തേക്ക് നമ്മൾ രാവിലെ ആരംഭിച്ച യാത്രയാണ്. ഹായ്, നാട്ടിലേക്ക് വെൽക്കം. പോത്തുങ്ങൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അരീക്കോടേക്ക് എത്തി. യെസ്, എല്ലാവർക്കും നോമ്പ് ആശംസകൾ. നോമ്പൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും, റംസാൻ എല്ലാവരും നോമ്പിലായിരിക്കുമല്ലോ അല്ലേ? വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇതാണ് അരീക്കോട്ടെ ജനത. ഇതിൽ ആരൊക്കെയുണ്ട്? ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, ബസ് തൊഴിലാളികളുണ്ട് അല്ലേ? അകത്തോട്ട് കയറിയാലോ? അകത്തോട്ട് കയറാം. ഓക്കെ, വെരി ചെറുപ്പക്കാരുണ്ട്. വെരി ഓക്കെ. ഫുട്ബോളിനെയും മാപ്പിളപ്പാട്ടിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനെയും മാപ്പിളപ്പാട്ടിനെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഗംഭീരമായിരുന്നു ഫ്ലാഷ് മോബ്. നിങ്ങൾ എവിടെ പഠിക്കുന്നത്? ഹോളി ക്രോസ് കോളേജ്. എല്ലാവരും ഹോളി ക്രോസിലെ കുട്ടികളാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ലഹരിക്കെതിരെ ഫൈറ്റ് ചെയ്യണ്ടേ? അപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ചൊരു വിവരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങള് പോലീസിൽ അറിയിക്കും. സീറോ ടോളറൻസ് ടു ഡ്രഗ്സ് അല്ലേ? വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. നിങ്ങൾ പോരാളികളാവുകയല്ലേ? നിങ്ങളുടെ വീട്ടിലൊരാൾ ഉപയോഗിക്കുന്നതായിട്ട് വിവരം കിട്ടിയാൽ നിങ്ങളത് മറച്ചു വെക്കുമോ? ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. യെസ്, അപ്പം ഹാപ്പി വിമൻസ് ഡേ. അപ്പൊ ഇവർക്കും ഹാപ്പി വിമൻസ് ഡേ. വീട്ടിലൊരാൾ ലഹരി ഉപയോഗിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞാൽ, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? അത് മൂടി വെക്കുമോ അതോ നിങ്ങൾ അറിയിക്കുമോ? അധികൃതരെ അറിയിക്കും അല്ലേ? വല്ലാത്ത വിപത്തല്ലേ? ഫുൾ സപ്പോർട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ഓട്ടോ തൊഴിലാളികളുണ്ട്, ഇവിടെ ബസ് തൊഴിലാളികളുണ്ട്, വിവിധ ട്രേഡ് യൂണിയൻ സംഘടനപ്പെട്ടവരുണ്ട്. ഓട്ടോ എത്ര ഓട്ടോയുണ്ട് അരീക്കോട് സ്റ്റാൻഡിൽ? ഇവിടെ ഒരു 800 ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്. 800 ഓട്ടോറിക്ഷ. 800 ഓട്ടോറിക്ഷ അരീക്കോട് മാത്രം. ഇത്രയും പേർക്ക് ഓടാനുള്ള ഓട്ടോ കിട്ടുമോ? ഓ, കുഴപ്പമില്ല, ഒപ്പിച്ചു പോവാൻ പറ്റും. അപ്പൊ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ജില്ലയല്ലേ, നമ്മൾ എല്ലായിടത്തോട്ടും ഓടും. ഇവിടെ ഞങ്ങൾ കേൾക്കുകയായിരുന്നു മാപ്പിളപ്പാട്ടും ഫുട്ബോളും. ഫുട്ബോളിന്റെ ഈറ്റില്ലമാണ് മലപ്പുറം ഡിസ്ട്രിക്ട്. അരീക്കോട് ഏറ്റവും വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു നാടാണ്. ഇവിടെ രണ്ട് ചേച്ചിമാരുണ്ട്. ഹരിത കർമ്മസേനയാണെന്ന് തോന്നുന്നു. അതെ. എവിടെയാ ചേച്ചി? ഇവിടെ തന്നെ. ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ? കിട്ടുന്നുണ്ട് അല്ലേ? ചേച്ചി ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ. അപ്പൊ ഇന്ന് വനിതാ ദിനമാണെന്ന് അറിയാമോ? അറിയാം. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഇന്നല്ല, ഇനിയുള്ള ദിവസങ്ങളും നിങ്ങളുടേതാവണം. ഓക്കെ, ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്താ അഭിപ്രായം? അഭിപ്രായം വളരെ മോശമാണ്. നമുക്ക് നാടിന് ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ചെറിയ മക്കളായാലും അത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. അപ്പൊ നമുക്കത് നിർത്തലാക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമുക്കൊപ്പം ആൻഡ്രൂ അഗസ്റ്റിനും സ്മൃതിയും എത്തിയിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണനും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അരീക്കോട് മാപ്പിളപ്പാട്ടിനും ഫുട്ബോളിനും വിദ്യാഭ്യാസത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരുള്ള നാടാണ്. ഓട്ടോ തൊഴിലാളികളുണ്ട്, ബസ്സിലെ പ്രവർത്തകരുണ്ട്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, നമ്മുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരുണ്ട്. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മോബാണ്. മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം, പിന്നെ അരീക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നോമ്പ് കാലങ്ങളിൽ വരെ ഇത്രയധികം ജനങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ? ഇങ്ങനെ ഒരു സംവിധാനമാണ്. കാരണം ലഹരി എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനെതിരെ ചെറുത്ത് നിൽക്കുക എന്ന് പറയുന്നതും
വലിയ കാര്യമാണ്. അപ്പോൾ അതിനുള്ളൊരു റിപ്പോർട്ടർ ടിവിയുടെ ഒരു അഭിവാദ്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കല്ലേ? ഷുവർ ആണോ? തീർച്ചയായും ഒരുമിച്ച് കൂട്ടത്തോടെ അല്ല, അതേപോലെ രാസലഹരിയും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞങ്ങ് വിടുവോ, അതല്ല നിങ്ങൾ എക്സൈസിനെ അറിയിക്കൂ? നമ്പറിൽ വിളിക്കും. നമ്മൾ ഒറ്റയ്ക്കും അവരുടെ അടുത്ത് പറയണം. ഇത് എക്സൈസ് ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ നമ്പർ വിളിക്കും. നമ്മൾ നമ്പർ വിളിക്കും. ഇനി നമ്മുടെ വീട്ടിൽ ഉമ്മമാർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം അല്ലേ? നമ്മള് പോലീസിനെ വിളിക്കണതാ. ഇതിന് മുമ്പ് നമ്മൾ വിളിക്കണതാ പോലീസിനെ. അങ്ങനെ മലപ്പുറം SP മൂർക്കനാട് സ്കൂളിൽ ഇങ്ങനെ ഇതിന്റെ പുറത്ത് കഞ്ചാവ് അങ്ങനത്തെ ഉണ്ടായിട്ട് നമ്മൾ SP ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പക്കത്ത് നിന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നു. പുറത്തുനിന്ന് ആൾക്കാർ വരും. ബാലകൃഷ്ണൻ, ഈ പൊതുസമൂഹം ഓരോരുത്തരും ഈ യോദ്ധാവായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പയിന്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ മഞ്ചേരിയിൽ നിന്ന് തുടങ്ങി വലിയ ആൾക്കൂട്ടം അരീക്കോടും നോമ്പുകാലമാണ്. സാധാരണ രീതിയിൽ അല്പം വൈകിയൊക്കെയാണ് കടകൾ തുറക്കാറെങ്കിലും ആളുകൾ എല്ലാവരും പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. ഓരോരുത്തരും പ്രതിരോധമാവുക, പോരാളിയാവുക എന്നതല്ലേ ഉള്ളൂ മാർഗം. അതെ, ഞങ്ങളിപ്പോൾ അല്പം മുമ്പ് സംസാരിക്കായിരുന്നു അരുൺ. ഇത് ഓരോ മനുഷ്യരും അവരുടെ ഒരു വിഷയമായിട്ട് ഇതിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ലഹരി എന്ന് പറയുന്ന വിഷയം ഒരു എന്താ പറയുക, സൊസൈറ്റിയിൽ ഒരു ക്രൈം ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്, ഒരു ക്രിമിനൽ സൊസൈറ്റി ആയിട്ട് മാറുന്നു എന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ അതിനെ ഓരോ കുടുംബങ്ങളും വളരെ ജാഗ്രതയോടുകൂടി കാണുന്നു. പ്രധാനമായിട്ടും കുട്ടികളെയാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ 70% ഈ ലഹരി ഉപയോഗിക്കുന്നവരും 10 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ നോമ്പ് കാലത്തൊരു സാഹചര്യമാണെന്ന് പറയുമ്പോൾ പോലും ഇത്രയും അധികം ആളുകൾ ഉണ്ടാകുന്നതും ഈ ജനപങ്കാളിത്തം ഉണ്ടാകുന്നതും നിശ്ചയമായും ഇത് അവരുടെ ഒരു കുടുംബ പ്രശ്നമായി, അവരുടെ തന്നെ സ്വന്തം ജീവിതത്തിലൊരു പ്രശ്നമായി ഓരോ മനുഷ്യരും മനസ്സിലാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഓരോരുത്തരും പ്രതിരോധത്തിന്റെ വഴി തീർക്കുക, ഓരോരുത്തരും ജാഗ്രതയുള്ളവരായി മാറുക, അത് തന്നെയാണ് ഏറ്റവും നല്ല പ്രതിരോധത്തിന്റെ പോംവഴി. ഓക്കെ സ്മൃതി, അങ്ങനെ ഓരോരുത്തരും പോരാളിയാവുക എന്നതാണ് നമ്മുടെ ടാഗ് അല്ലേ? അതെ, ഓരോരുത്തരും പോരാളിയാവുക. നമുക്കിപ്പോൾ ഇവിടെ ഈ കാണുന്ന ആൾക്കൂട്ടത്തിൽ തന്നെ വിവിധ വിഭാഗങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്, കുട്ടികളുണ്ട്. കണ്ടില്ലേ, കുട്ടികളുടെയൊക്കെ ഒരു ആവേശം കണ്ടില്ലേ? ഇതിനോട് എതിരെ എങ്ങനെ പോരാടുമെന്നുള്ളത്. നമ്മൾ സ്കൂളുകളിൽ നിന്നും ഇന്നലെ ഒരു വാർത്ത വന്നിരിക്കുന്നത് സ്കൂളിന് മുന്നിലുള്ള പെട്ടിക്കടയിൽ കഞ്ചാവ് മിഠായി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസം ഇന്ന് പോലും നമ്മൾ ലഹരി പിടിച്ച വാർത്ത കേൾക്കുകയാണെങ്കിൽ അല്ലേ, ലഹരി പാക്കറ്റോടെ വിഴുങ്ങി എന്നുള്ള വാർത്ത അതില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ പ്രശ്നമായി എടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇറങ്ങിയേ പറ്റൂ എന്നൊരു അപ്പൊ നമുക്ക് പ്രതിജ്ഞ ചൊല്ലാവേണ്ട സമയമായി എന്ന് തോന്നുന്നു. നമുക്കൊരു പ്രതിജ്ഞ ഏറ്റെടുത്ത് പിരിഞ്ഞാലോ? അപ്പൊ അരീക്കോട് നൽകിയ സ്നേഹത്തിനും സ്വീകരണത്തിനും ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലിയാലോ? ചേച്ചി ഇങ്ങോട്ട് മുന്നോട്ട് വന്നാട്ടെ. ചേച്ചി അടക്കമുള്ളവർ, ചേച്ചിയുടെ കൂടെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. എത്ര പേരുണ്ട്? 30 ആൾ. ആണോ? കുറച്ച് വൈകിയാണോ എത്തിയത്? ഇപ്പം ഈ അരീക്കോട് പറഞ്ഞേ എത്ര പേരുണ്ട് നമ്മൾ ഇവിടെ? 30 ആള്. അപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ധീര പോരാളികൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അപ്പൊ നമുക്ക് പ്രതിജ്ഞ ചൊല്ലിയാലോ? അപ്പൊ എല്ലാവർക്കും വന്നാട്ടെ, നമുക്കൊരു പ്രതിജ്ഞ വരാം. യെസ്, ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ എനിക്കൊന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്ന് ഇവരെ കണ്ടുവരാം. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ, നമസ്കാരം. ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. നമുക്ക് ചെറുപ്പക്കാരെ അതിൽ നിന്ന് രക്ഷിക്കണ്ടേ? വേണം. ഓക്കെ, എന്താ നമ്മളുടെ നിലപാട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ? ഉറച്ച നിലപാടാണ്. ഇനി ഈ ചെറുപ്പക്കാരെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കേരളം ഒരുമിച്ച് നിന്ന് പോരാടുക, നിയമം ഭേദഗതി ചെയ്യണം, കടുത്ത ശിക്ഷ കൊടുക്കണം, ഗൾഫിലെ ശിക്ഷ. ലഹരി കൈവശം വെച്ചാൽ കളഞ്ഞേക്കുക. അങ്ങനെയുള്ള മനുഷ്യർ ഈ സമൂഹത്തിന് വേണ്ട, സാമൂഹ്യ ദ്രോഹികളാണ്. അല്ലേ ചേട്ടാ? നമുക്ക് ഈ ലഹരി നിർമ്മാർജ്ജനം ചെയ്യണ്ടേ? ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ കുഴപ്പമല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രതിജ്ഞ എടുക്കാൻ പോകുന്നു. അരീക്കോട് എന്താണ്? ഹായ്, നമസ്കാരം. ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്, ശക്തമായ പോരാട്ടം ഇത് കച്ചവടം ചെയ്യുന്നവർക്ക് ഇതിലാണ് ശക്തമായിട്ട് ഒറ്റപ്പെടുത്താനുള്ള തക്കതായ ശിക്ഷ കൊടുക്കണം. എന്താ ചേട്ടാ അഭിപ്രായം? ഈ ലഹരി കച്ചവടം ചെയ്ത് നാട്ടുകാരുടെ തലച്ചോറ്, ചെറുപ്പക്കാരുടെ ഒക്കെ തലച്ചോറ് നശിപ്പിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യണം? എന്താ ഇത് മുമ്പ് ചെയ്യേണ്ടിയെന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പിടിച്ചു അല്ലേ?